നമസ്കാരം. പ്രധാന വാർത്തകൾ. അപവാദം പറഞ്ഞ് കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച മദ്യനയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും എം പി രാജേഷ്. എലപ്പുള്ളിയിൽ ആരംഭിക്കുന്ന ബ്രൂവറി മദ്യ കമ്പനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ ഇന്നുതന്നെ അവസാനിപ്പിക്കണമെന്നും മന്ത്രി. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര. യാത്ര സംഘടിപ്പിച്ചത് വാളയാർ അട്ടപ്പള്ളത്തു നിന്നും കലക്ട്രേറ്റ് വരെ. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചതെന്നും വിളയോടി വേണുഗോപാൽ. മനുഷ്യസ്നേഹികളുടെ മഹാദാനമാണ് രക്തദാനമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാനതല രക്തദാന ക്യാമ്പയിന് കുലുക്കല്ലൂരിൽ തുടക്കം. ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായി ജനുവരി 26 മുതൽ ജൂൺ 14 വരെ സംസ്ഥാന വ്യാപകമായി. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകന് ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി. ജനുവരി 27 മുതൽ സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ. പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണം. ഷൊർണൂരിലും കേരളശ്ശേരിയിലും യൂണിയൻ പ്രാദേശിക സമ്മേളനം. പട്ടാമ്പിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നൽകാത്തതിനെതിരെ UDF പ്രതിഷേധം. പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നഗരസഭ നൽകാനുള്ളത് 70 ലക്ഷം രൂപയെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. അപവാദം പറഞ്ഞ് കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച മദ്യനയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട്ട് ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അപവാദം ഭയന്ന് കഞ്ചിക്കോട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ല. ഒരു തുള്ളി ഭൂഗർഭജലം പോലും പദ്ധതിക്ക് വേണ്ടി എടുക്കില്ല. വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷമുണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയെ എതിർക്കുന്നവർ ആ അന്തരീക്ഷം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ടെൻഡർ വിളിക്കാതെ പദ്ധതിക്ക് അനുമതി നൽകി എന്നതായിരുന്നു ആദ്യ ആരോപണം. വ്യവസായം തുടങ്ങാൻ ടെൻഡർ വിളിക്കുന്ന പതിവില്ല. ആ വാദം UDF ഉപേക്ഷിച്ച മട്ടാണ്. ജലചൂഷണവാദമുയർത്തിയാണ് ഇപ്പോൾ എതിർപ്പ് ഉയർത്തുന്നത്. ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും പദ്ധതിക്ക് വേണ്ടി എടുക്കില്ല. മഴവെള്ള സംഭരണത്തിലൂടെയും മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം കണ്ടെത്താനാകും. മലമ്പുഴയിൽ നിന്ന് വ്യവസായത്തിന് വെള്ളം നൽകുന്നതിൽ ഒരു തടസ്സവുമില്ല. മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 9.26 കോടി ലിറ്റർ സ്പിരിറ്റാണ് എല്ലാ വർഷവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഉത്പാദനം നടന്നാൽ അതിന്റെ ഗുണം കിട്ടും. നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. ആയിരിക്കും സംഭരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ജനമാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ. അത് പറഞ്ഞ ആളുകളെ ഇളക്കിവിടാൻ ശ്രമിക്കരുത്. അത് പറഞ്ഞ് ഈ നാട്ടിൽ അനേകായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന പദ്ധതികളെ മുടക്കാൻ ശ്രമിക്കരുത്. ഇതൊരു പദ്ധതിയാണ്. ഇനി അനേകം പദ്ധതികൾ വരാനിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. 1300ഓളം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത്. അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ ആരെങ്കിലും മുതൽ മുടക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചോടിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊരു ഒരു കമ്പനിയുടെ ഒരു പ്ലാന്റിന്റെ മാത്രം പ്രശ്നമല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര സംഘടിപ്പിച്ചു. വാളയാർ അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച യാത്ര കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് സമാപനം ഉദ്ഘാടനം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പറഞ്ഞു. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചത്.
പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത് മുതൽ കൊലപാതകത്തിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. പോലീസ് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പരിസരവാസികളുടെ മൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ ഒന്നും പരിശോധിക്കപ്പെട്ടില്ല. കൊലപാതകം ആത്മഹത്യയാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനകത്ത് 9,000-ലധികം പോക്സോ കേസുകളുണ്ടായെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്തിനാണ്? CBIയുടെ വിധേയത്വവും ചോദ്യം ചെയ്യപ്പെടണമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നവരായി നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2017 ജനുവരി 13-ാം തീയതിയും മാർച്ച് 4-ാം തീയതിയും 9-ഉം 11-ഉം വയസ്സായ 2 കുട്ടികളെ നരാധവന്മാർ കാമഭ്രാന്തന്മാർ വളരെ ക്രൂരമായി വേട്ടയാടിയ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയിരിക്കുന്നു കേരള പോലീസ്. അത് തന്നെ ഏറ്റവും വലിയ അനീതിയാണ്. കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയിരിക്കുകയാണ് കേരള പോലീസ്. വാളയാർ അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച വാഹനജാഥ കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി സെനിൻ റോഷി, KK, ഹംസ ചെമ്മാനം, KS ജെയിംസ്, വർഗീസ്, നൌഫിയ നസീർ, വിജയലക്ഷ്മി, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനതല രക്തദാന ക്യാമ്പയിന് കുലുക്കലൂരിൽ തുടക്കം. മനുഷ്യസ്നേഹികളുടെ മഹാദാനമാണ് രക്തദാനമെന്ന് രക്തദാന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായി ജനുവരി 26 മുതൽ ജൂൺ 14 വരെയാണ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മനുഷ്യ ശരീരാവയവങ്ങളും നിർമ്മിത ബുദ്ധിയും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന AI യുഗത്തിൽ വിലക്ക് വാങ്ങാൻ ലഭിക്കാത്തതും കൃത്യമായി നിർമ്മിക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് മനുഷ്യരക്തമെന്നും ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള രക്തദാനം സ്നേഹവും കരുണയും ഉള്ളവർ നൽകുന്ന മഹാദാനമാണെന്നും തുടർന്ന് സംസാരിക്കവേ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം മനുഷ്യജീവൻ്റെ നിലനിൽപ്പാണ്. സ്വന്തം ജീവൻ കൊണ്ട് നടത്തുന്ന കാരുണ്യമാണ് രക്തദാനം. ഇത് നിരന്തരം പ്രോത്സാഹിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 5 മാസം കൊണ്ട് 1 ലക്ഷം യുവാക്കൾ മുസ്ലിം യൂത്ത് ലീഗ് രക്തദാന ക്യാമ്പയിനിൽ പങ്കാളിയാകുമെന്നും യൂത്ത് ലീഗ് ഈ മേഖലയിൽ കൂടുതൽ സജീവമാകുമെന്നും PK ഫിറോസ് പറഞ്ഞു. നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായി ജനുവരി 26 മുതൽ ജൂൺ 14 വരെ സംസ്ഥാന വ്യാപകമായാണ് യൂത്ത് ലീഗ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുൽക്കലൂരിലെ മുളയങ്കാവിൽ വെച്ചായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം. ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ P. ഇസ്മയിൽ അധ്യക്ഷനായി. CK മുഹമ്മദ് അലി പദ്ധതി വിശദീകരണം നടത്തി. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യാതിഥിയായി. അസ്ലം അച്ചു, ഗഫൂർ കോൽക്കളത്തിൽ, KT ജബ്ബാർ, മുസ്തഫ തങ്ങൾ, റിയാസ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ചവിട്ടേറ്റ പ്രദേശവാസിക്ക് പരിക്കേറ്റ വാളയാർ സ്വദേശി വിജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട്ടിൽ കടുവകൾ മനുഷ്യജീവനെടുക്കുമ്പോൾ പാലക്കാടിനെ പേടിപ്പിക്കുന്നത് കാട്ടാനകളാണ്. PT5 ഉൾപ്പെടെ അപകടകാരികളായ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിലസുകയാണിപ്പോൾ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല അശാന്തമാകുമ്പോഴും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ല. കഞ്ചിക്കോട് വാളയാർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. വാളയാറിൽ ശനിയാഴ്ച രാവിലെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന നാട്ടുകാരനായ കർഷകനെ ചവിട്ടി പരിക്കേൽപ്പിച്ചു. അത്ഭുതകരമായാണ് പ്രദേശവാസിയായ വിജയൻ രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇദ്ദേഹം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 മണിയാകുമ്പോൾ ആന ഇതായിട്ട് കോമ്പൗണ്ട് ചളയുന്ന വരുന്നില്ലേ? അവിടെയൊക്കെ പോയി. ഒന്നെണ്ണുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 12 മണിക്ക് 8 എണ്ണം. അത് ഗാർഡുമാരും ബാച്ചറുകളുണ്ട്. അവർ വിളിച്ചപ്പോൾ അവർ വന്ന് ആട്ടി വിട്ടു. ഇവിടുന്ന് അത് ഇവിടെ തന്നെ തന്നെ. പിന്നെ 2 മണിയാകുമ്പോൾ ഒരിക്കൽ വന്നു, അവരിനും വിളിച്ചു, അവരും വന്നു. അവർ ഇവിടെ തന്നെ നിന്നത് ആ സെറ്റിൽ അവിടേക്ക് എത്തുമ്പോൾ അപ്പോൾ ഒരു വണ്ടി പോയില്ലേ, ആ വണ്ടി അവിടെ നിന്ന് കണ്ട് വിളിച്ചപ്പോൾ അവർ വന്നു. പിന്നെ 4 മണിയായപ്പോൾ ഒരു കോമ്പടിച്ചളിയിൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആന നിൽക്കുന്നു, 3 എണ്ണം. ഞങ്ങൾ ബാറ്ററി എടുത്തിട്ട് അടിച്ചു നോക്കുമ്പോൾ കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വിജയനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച PT5 ഉൾപ്പെടെ കാട്ടാനകളെ തുരത്താൻ നടപടി വേണമെന്ന്
വനപാലകരോട് കർഷകരും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടാനകൾ നശിപ്പിച്ചത്. നടപടിയുണ്ടാകാൻ വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യം അത്യന്തം നിർഭാഗ്യകരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന വ്യാപകമായി ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങും. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 കടകൾ അടച്ചിടുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. 2 വർഷമായി നിരന്തരം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും സപ്ലൈ ഓഫീസിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം സൂചന കടയടപ്പ് സമരം നടത്തിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചു. തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്നത്. അതിനെതിരെയാണ് റേഷൻ വ്യാപാരികൾ 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ നിർബന്ധിതരാകുന്നത്. 2018 നടപ്പാക്കിയ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക, DBT സംവിധാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക, വെള്ള നീല കാർഡുകളുടെ ഭക്ഷ്യധാന്യ വിഹിതം വർദ്ധിപ്പിക്കുക, E-POS സെർവർ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നൽകുന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. അതേ സംവിധാനത്തെ കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ DBT സംവിധാനം നടപ്പിലാക്കുന്നത് പിൻവലിക്കണം. നമുക്ക് സ്റ്റേറ്റുകൾക്ക് തരുന്ന ക്വാട്ട വർദ്ധിപ്പിക്കണം. അതേപോലെ സംസ്ഥാന സർക്കാർ ഈ റേഷൻ വ്യാപാരികൾക്കുള്ള വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണം. അത് 2 ചർച്ചകൾ കഴിഞ്ഞു. ധനകാര്യമന്ത്രിയായിട്ടും ചർച്ച നടന്നു, അത് പരാജയപ്പെട്ടു. അതിൻ്റെ മുന്നേ ഭക്ഷ്യമന്ത്രിയായിട്ട് ചർച്ച നടന്നു, അതും പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിലൊരു തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ഇന്ന ഒരു തീരുമാനത്തിലെത്തണം. അത് എത്രയും പെട്ടെന്ന്. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചെയർമാൻ MH അബ്ദുൽ നാസീർ, കൺവീനർമാരായ PS സേതുരാജ്, K ഗിരീഷ്, K ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ വയോധിക ദമ്പതികളുടെ വീട്ടുജോലിക്കായി മക്കൾ നിയോഗിച്ച ജോലിക്കാരൻ വയോധികയുടെ ആഭരണങ്ങൾ കവർന്നു. 4.5 പവൻ സ്വർണം കവർന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടി. ഷൊർണൂർ മുണ്ടായിയിലാണ് സംഭവം. മുണ്ടായിയിൽ താമസിക്കുന്ന 68-കാരനായ ഹക്കീം റാവുത്തറിന്റെ ഭാര്യ 61 വയസ്സുള്ള നബീസയുടെ ഒരു സ്വർണ്ണമാലയും 2 വളകളും ഒരു കമ്മലുമടക്കം 4.5 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. വിദേശത്തുള്ള മക്കൾ വീട്ടുജോലിക്കായി നിയോഗിച്ച അതേ നാട്ടുകാരൻ ഉമ്മർ ഖാനാണ് മോഷണം നടത്തിയത്. വയോധിക കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ജീവനക്കാർ ദേഹത്തുള്ള ആഭരണങ്ങൾ അഴിച്ചുമാറ്റാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്താണ് വയോധികയുടെ യഥാർത്ഥ സ്വർണം മോഷണം പോയതെന്നും ദേഹത്തുള്ളവ മുക്കുപണ്ടമാണെന്നും ബന്ധുക്കൾ തിരിച്ചറിയുന്നത്. ഉടനെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുജോലിക്കാരനാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. മോഷണം നടത്തിയ ശേഷം സേലത്തെ സഹോദരന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ V രവികുമാർ, സബ് ഇൻസ്പെക്ടർ M മഹേഷ് കുമാർ, ASIമാരായ കമലം, അനിൽകുമാർ, മറ്റുദ്യോഗസ്ഥരായ റിയാസ്, സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU കേരളശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാത്രമല്ല, സമൂഹത്തിൽ നാം ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ സംഘടനാ റിപ്പോർട്ട് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നാളെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതിനിടയിൽ വരുന്ന മാർഗതടസ്സങ്ങൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന രൂപീകരണം നടന്നത് 1956 56-ൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, 3 ഭരണ സംവിധാനങ്ങളുടെ കീഴിലായിരുന്ന ജനങ്ങളെയും ജീവനക്കാരെയും പെൻഷൻകാരെയുമാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലാക്കിയത്. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് V ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. V പാറുകുട്ടി,
അനുശോചന പ്രമേയവും കെ രാമൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും കെ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ.സി. ബാലൻ, പി.ഡി. രവീന്ദ്രൻ നായർ, സി. കൃഷ്ണദാസ്, എ. സരസ്വതി, എം. ശിവശങ്കരൻ, എ. അബ്ദുൾ അസീസ്, കെ. നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ടി.ജി. ശ്രീവത്സൻ സ്വാഗതവും ടി.കെ. ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AI-ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം എതിർക്കപ്പെട്ടതിനു സമാനമെന്ന് AI ക്ലബ്ബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പ്ലാക്കൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ച് ശക്തമായ പ്രചരണം നടത്തുമെന്നും AI ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തത് രാജ്യത്തെ വികസനത്തെ പിറകോട്ട് നയിച്ചിരുന്നു. സമാനമായ വിമർശനമാണ് ഇപ്പോൾ AI-ക്കെതിരെയും ഉയരുന്നത്. AI വരുന്നതിലൂടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന പ്രചരണങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ്. AI-യെ ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നും ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നതും സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തുമെന്ന് AI ക്ലബ്ബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പാക്കൽ പറഞ്ഞു. സാധാരണക്കാർക്ക് AI ഉപയോഗം സംബന്ധിച്ചും പ്രൊഫഷണൽ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രീതിയിൽ ഉപയോഗിക്കാനുള്ള അറിവിന് വലിയ സാങ്കേതിക ജ്ഞാനമൊന്നും ആവശ്യമില്ല. അതായത് ഇതൊരു കോമൺ മാൻസ് ടൂളാണ്. അപ്പൊ ഈ വിഷയം അറിയുന്നവരും അറിയാത്തവരും എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തൊഴിലില്ലായ്മയുടെ പ്രശ്നം. ഇവിടെയും പറയുന്നത് AI വരുന്നതോടുകൂടെ എല്ലാവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് തെറ്റായ പ്രചരണമാണ്. പലപ്പോഴും ടെക്നോളജിയെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തവര് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയാൻ ശ്രമിക്കാത്തവര് ഈ ടെക്നോളജിയുടെ വരവിനെ പലപ്പോഴും എതിർക്കും. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെക്നോളജി ഈ പറയുന്നവര് സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്. ഭരണാധികാരികളോ അല്ലെങ്കിൽ ഉയർന്ന സമൂഹത്തിൽ മൂവ് ചെയ്യുന്നവരോ ആണെങ്കിൽ സാധാരണക്കാർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിച്ചേ പോകാൻ പറ്റുള്ളൂ. അവർ പറയുന്ന പോലെ ആയിരിക്കും രാജ്യം നിന്നുക. അങ്ങനെയാണ് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ജോലി ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു തരത്തിലുള്ള ജോലി മറ്റൊരു തരത്തിലായി മാറും. പിന്നെ 10 ജോലി ചെയ്യുന്നവിടെ ഒരു ജോലി കൊണ്ട് കാര്യമാവും, പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. സെക്രട്ടറി MK രമേഷ് വേണുഗോപാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നൽകാത്തതിനെതിരെ പട്ടാമ്പി നഗരസഭ ഓഫീസിന് മുന്നിൽ UDF പ്രതിഷേധം. പ്രതിഷേധ സമരം കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക ഇനത്തിൽ 70 ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളത്. ഇതിനെതിരെയാണ് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. അപമാനകരമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത്. അവർ പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ആണ് ഈ പണികൾ ചെയ്യുന്നത്. റോഡുകളും എല്ലാ പണിസ്ഥലങ്ങളും അവർ ശുചീകരിക്കുന്നത്, അവർ വൃത്തിയാക്കുന്നത്, അവരെ ആരോഗ്യം വെച്ച് അവരുടെ പ്രായാധിക്യമുള്ള ആളുകളാണ് പലരും തൊഴിലുറപ്പ് തൊഴിലാളികൾ. നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി? മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവർ അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം നീചമായാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. CA റാസി അധ്യക്ഷത വഹിച്ചു. ഉമ്മർ കിഴായൂർ, CA സാജിദ്, C സംഗീത, K ബഷീർ, V സൈതലവി, അനസ് കൊടലൂർ, മുസ്തഫ, മുനീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെൻഷനും കുടുംബ പെൻഷനും വർദ്ധിപ്പിക്കണമെന്ന് സിവിൽ സപ്ലൈസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി വൈസ് പ്രസിഡന്റ് M രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് നടന്നു. വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായ പരിഗണന സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല.
സംസ്ഥാനത്തെ വയോജന സൗഹൃദമാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാവാത്തത് ആശങ്കയാണ്. ആരോഗ്യ സംരക്ഷണത്തിനുള്ള മെഡിസിപ്പ് കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനത്തിൽ സിവിൽ സപ്ലൈസിനെ ശക്തിപ്പെടുത്തണമെന്നും ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. സെക്രട്ടറി ആർ ചന്ദ്രൻ, CN സുകുമാരൻ, മധുസൂദനൻ, VM കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദക്ഷിണ റെയിൽവേ കാർമിക് സംഘ് ഷൊർണൂർ യൂണിറ്റിന്റെ ബ്രാഞ്ച് സമ്മേളനം ഷൊർണൂരിൽ നടന്നു. DRKS പാലക്കാട് ഡിവിഷൻ സംഘടനാ സെക്രട്ടറി C മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ വൈസ് പ്രസിഡന്റ് M സോമസുന്ദരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജിത്തു അജിത്ത് അധ്യക്ഷത വഹിച്ചു. R വിഷ്ണു സ്വാഗതവും PK അഭിലാഷ് നന്ദിയും പറഞ്ഞു. അകത്തേത്തറ ശബരി ആശ്രമത്തിൽ സ്ഥാപിച്ച ഗാന്ധി മ്യൂസിയം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 30 നടക്കും. VK ശ്രീകണ്ഠൻ MP കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഹരിജൻ സേവക് സംഘ് ജനറൽ സെക്രട്ടറി MN ഗോപാലകൃഷ്ണ പണിക്കർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയം സ്ഥാപിച്ചത്. 1923 സ്വാതന്ത്ര്യ സമര സേനാനിയും ഹരിജൻ നവോത്ഥാന നായകനുമായ കൃഷ്ണസ്വാമി ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. 3 വട്ടം മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ശബരി ആശ്രമം കേരളത്തിലെ സബർമതിയായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിലെ ശബരി ആശ്രമത്തിൻ്റെ ഇടപെടൽ തുടങ്ങിയവ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ആധുനിക സംവിധാനങ്ങളോടെയാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായി അറസ്റ്റ് വരിച്ച ബ്രാഹ്മണ സ്ത്രീയായ കൃഷ്ണസ്വാമി അയ്യരുടെ പത്നി ഈശ്വരമ്മാളുടെ സ്മരണാർത്ഥം ആശ്രമത്തിൽ ലൈബ്രറിയും ഒരുക്കും. വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നിരവധി സമരങ്ങളിൽ പങ്കാളിയായിരുന്ന ഈശ്വരമ്മാൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു. ഇവരുടെ പോരാട്ടം പുനർവായനയ്ക്കായി സജ്ജമാക്കുകയാണെന്നും MN ഗോപാലകൃഷ്ണ പണിക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള TR കൃഷ്ണസ്വാമിയുടെ സഹധർമ്മിണി ഈശ്വരിയമ്മാളുടെ പേരിൽ ഒരു ഗ്രന്ഥശാലയും ഞങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അത് അടുത്ത മാസം ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈശ്വരിയമ്മാളിനെ എല്ലാവരും വിസ്മരിച്ചു പോയ ഒരു കഥാപാത്രമാണ്. കേരളത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമര രംഗത്ത് അറസ്റ്റ് വരിച്ച ആദ്യത്തെ ബ്രാഹ്മണ യുവതിയാണ് ഈശ്വരിയമ്മാൾ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പാലക്കാട് നിന്നും 15 ഹരിജൻ കുട്ടികളുമായി അവിടെ എത്തുകയും വൈക്കത്ത് വെച്ച് അറസ്റ്റ് വരികയും ചെയ്ത മഹതിയാണ് ശ്രീമതി ഈശ്വരിയമ്മാൾ. ആ ഈശ്വരിയമ്മാളിന്റെ അദ്ദേഹം ഈ കൃഷ്ണസ്വാമിയുടെ നിര്യാണത്തെ തുടർന്ന് 10 വർഷത്തോളം ശബരിയാശ്രമം നടത്തിക്കൊണ്ടുപോയി. പിന്നീട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റുള്ളതുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 1948 ഈശ്വരിയമ്മാൾ കോയമ്പത്തൂർക്ക് പോവുകയും കോയമ്പത്തൂരാണ് അവർ അവസാന കാലം വരെ താമസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഹരിജൻ സേവക് സംഘ് ഭാരവാഹികളായ ഡോക്ടർ ജേക്കബ് വടക്കുംചേരി, KC രാജു, T ദേവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനിതാ ഡ്രൈവർമാർക്ക് വഴികാട്ടിയായി പട്ടാമ്പി RTO ഓഫീസ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സഹകരണത്തോടെ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വിമൻ ഓഫ് വീൽസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്ക് ഡ്രൈവിംഗ് രംഗത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും സ്വയം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും വേണ്ടിയാണ് വിമൻ ഓഫ് വീൽസ് എന്ന പേരിൽ പട്ടാമ്പിയിൽ ശില്പശാല സംഘടിപ്പിച്ചത്. പട്ടാമ്പി സബ് RTO ഓഫീസിന്റെയും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശങ്കരമംഗലത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് നിരവധിയായ പ്രവർത്തനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാർക്കുള്ള അവയർനെസ് ക്ലാസ്സും അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നടത്തി. അതിനുശേഷം ഡ്രൈവർമാരുടെ കണ്ണ് പരിശോധന, അതിനുശേഷം ഇപ്പോൾ വനിതകൾക്കും കൂടിയുള്ള ക്ലാസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാ രംഗത്തും വനിതകൾ പുരുഷന്മാരോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സമത്വം, അല്ലെ, എല്ലാവർക്കും സമത്വം എന്ന രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും ഏറ്റവും കൂടുതൽ ടൂ വീലറുകൾ ഉപയോഗിക്കുന്ന വനിതകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൗകര്യപ്രദമാണ്. നമുക്കറിയാം, വീട്ടിൽ എന്തൊരു അത്യാവശ്യം ഉണ്ടെങ്കിലും ഒക്കെ പുറത്തു പോയി വരണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല. ഒരു അത്യാവശ്യം ഒരു ടൂ വീലർ ഓടിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പോയി വരാവുന്നതേ. മുൻകാലങ്ങളിലൊക്കെ നടന്നു പോയിരുന്ന ആളുകളായിരുന്നു, ഇപ്പോൾ ടൂ വീലറിൻ്റെ വേണ്ടുന്ന അവസ്ഥയിലെത്തി. റോഡ് സുരക്ഷാ മാസാചരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിച്ചത്. വനിതകൾക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഉഷ ക്ലാസ് എടുത്തു. ജോയിൻ്റ് RTO കെ രാജു അധ്യക്ഷനായി. കൗൺസിലർ ശ്രീനിവാസൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ രാജീവൻ, ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് CS രവി, മേഖലാ സെക്രട്ടറി കൃഷ്ണദാസ്, മിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സഹകരണ ബാങ്കുകളും രാഷ്ട്ര നിർമ്മാണവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. മനിശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്, RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറത്തെ എന്നിവർ വിഷയാവതരണം നടത്തി. വളരുക, ഇതെല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ആവാസ വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന തൊട്ടു നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തിനാണ്. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വലിയ വലിയ ബാങ്കുകൾക്ക് കഴിയും എന്നുള്ള ഭാഗമൊന്നും ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തണം എന്നതിൻ്റെ അടുത്ത പടിയാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യത്തെ സംരക്ഷിക്കണം എന്ന്. അതിൽ നിന്ന് വേറൊരു വാക്ക് പ്രധാനമായി വരുന്നു, വൈവിധ്യത്തെ സംരക്ഷിക്കണം എന്ന്. സഹകരണ സംഘം രജിസ്ട്രാർ D സജിത് ബാബു IAS മോഡറേറ്ററായിരുന്നു. ബാങ്ക് MD ഡോക്ടർ M രാമനുണ്ണി വിഷൻ 2025 അവതരിപ്പിച്ചു. പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ M ശ്രീഹരി, ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബ്ലിസൻ C ഡേവിഡ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വൈഫൈ സംവിധാനത്തോടെ കൂടിയ ഡ്യൂവൽ ഇന്റർഫേസ് ATM കാർഡിന്റെ പ്രകാശനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറത്തെ നിർവഹിച്ചു. വാണിയകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, കോതകൃഷി സർവീസ് ബാങ്ക് പ്രസിഡന്റ് K മുകുന്ദൻ, അമ്പലപ്പാറ സർവീസ് ബാങ്ക് പ്രസിഡന്റ് K രവീന്ദ്രൻ, ശ്രീരാമകൃഷ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് N അസീസ്, ഒറ്റപ്പാലം സർവീസ് ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ, പേരൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് K ശ്രീനി, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K സുജിത് കുമാർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു നന്ദി രേഖപ്പെടുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയ കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ വിവിധ അർബൻ ബാങ്കുകളിൽ നിന്നും പാലക്കാട് ജില്ലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പാലക്കാട്, തൃശൂർ ജില്ലയിലെ പ്രമുഖ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പോക്സോ കേസിൽ 2 പേരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പാഞ്ഞാൾ സ്വദേശികളായ 60 വയസ്സുള്ള വീരന്മാരിൽ കുമാരൻ, 39 വയസ്സുള്ള പൂളയ്ക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും ജലപരിശോധനയും സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായാണ് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ശനിയാഴ്ച ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂടാതെ ജലപരിശോധനയും ഉണ്ടായിരുന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന ഹെൽത്ത് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി നിർവഹിച്ചു. എല്ലാ ലൈസൻസുകളും എല്ലാ നിയമങ്ങളും പാലിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ നിരവധി കടകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അസോസിയേഷന്റെ ഒരു അനുവാദമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൂടി നൽകി കഴിഞ്ഞാൽ ഇന്നും പിന്നെ അതിന്റെ ഒരു ശുപാർശ ഉണ്ടാവരുത് എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. റിയാസ് പട്ടാമ്പി, മോഹൻദാസ്, വെങ്കിടാചലം, സ്വാമിനാഥൻ, സുബൈർ പട്ടാമ്പി, ഷാഹിറ തുടങ്ങിയവർ സംസാരിച്ചു. HI സ്വാമിനാഥൻ ഹെൽത്ത് കാർഡ് വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പത്തിരിപ്പാല പേരൂർ വടക്കേക്കാട് പ്രിയദർശിനി PSC കോച്ചിംഗ് സെന്റർ, ട്യൂഷൻ സെന്റർ എന്നിവയുടെ 6ാം വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം അവർ ഓരോ കാര്യങ്ങളും ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 6ാം വാർഷികം ഇവിടെ ഇന്നിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇതിനൊരു നല്ല താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിത് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. 6ാം വാർഷികം കൂടാതെ അവർ പുതിയ സംരംഭമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ക്ലബ്ബ് അവർ രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് ആ ക്ലബ്ബ് ഉദ്ഘാടനം ആ കുട്ടികളെല്ലാം കണ്ടിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ PP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് T സുഭദ്ര, KP മണികണ്ഠൻ, ദീപ സുനിൽ, നൌഷിബ, AP രാധ, AP ഗിരിജ എന്നിവർ സംസാരിച്ചു. പേരൂർ ജ്വാല പെൺകൂട്ടം കലാസമിതിയുടെ ഉദ്ഘാടനം PP പാഞ്ചാലി നിർവഹിച്ചു. കലാപരിപാടികളുമുണ്ടായിരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് വൈകിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ സത്യൻ പെരുമ്പറക്കോട്, DCC സെക്രട്ടറി K ശ്രീവത്സൻ, VS ജഗദീഷ്, അജേഷ്, പ്രേമദാസ്, UP രാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓൺലൈൻ തട്ടിപ്പിനെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊതുമേഖലാ സംവിധാനങ്ങളെ തകർക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. രാജ്യത്ത് ഗ്രാമീണ വികസനത്തിന് ഊർജ്ജം നൽകിയത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ബാങ്കുകളുടെ ദേശസാൽക്കരണമാണെന്നും MLA പറഞ്ഞു. സാധാരണക്കാർക്ക് ബാങ്കിംഗ് ഇടപാട് അപ്രാപ്യമായി കൊണ്ടിരിക്കുകയാണ്. ശതകോടീശ്വരന്മാരുടെ കടങ്ങൾ എഴുതിത്തള്ളുകയും സാധാരണക്കാരുടെ കിടപ്പാടം ഇല്ലാതാവുകയുമാണ്. ബാങ്ക് ജീവനക്കാരുടെ കാര്യവും സുരക്ഷിതമല്ല. സർക്കാരിന് ചെലവില്ലെങ്കിലും ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. ആരോഗ്യ പദ്ധതി നടപ്പിലാക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ലെന്നും MLA പറഞ്ഞു. കേരള ബാങ്കിന് ഈ കേരള ബാങ്ക് ആയതിന്റെ പേരിൽ ഒന്നുമില്ലെത്തിയാൽ പണം വീഴുന്ന തരത്തിലുള്ള ഏതെങ്കിലും മരങ്ങളൊന്നും നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ പണം എന്ന് പറയുന്നവരാണ് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ നിക്ഷേപത്തിന്റെ ബാക്കിയാണ് ഇവിടുത്തെ പണം. ആ പണം എടുത്ത് ഇവർ കൊള്ളയടിച്ചതിന് പകരമായി 100 കോടി കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരള ബാങ്ക് നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകന്റെ പണമാണ് പോകുന്നത്, അവന്റെ അവകാശപ്പെട്ട പണമാണ് പോകുന്നത്. പക്ഷെ അത് ഭാഗ്യവശാൽ റിസർവ് ബാങ്ക് ഇടപെട്ട് അതിനെ പ്രതിരോധിച്ചതുകൊണ്ട് മാത്രമാണ് ആ തരത്തിൽ കേരള ബാങ്കിനെ കൂടി തകർക്കുന്ന ഒരു ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാതിരുന്നത്. അത് തുടങ്ങി വെച്ചിരുന്ന എന്തായിരുന്നു അവസ്ഥ? കരിവന്നൂരിന് ആദ്യഘട്ടത്തിൽ 100 കോടി കൊടുക്കും, മതിയാകൂ. 600 കോടി രൂപ വേണ്ടേ? അവിടെ ബാക്കി 600 വിടുന്നു, കരിവന്നൂരിന് കൊടുക്കും. അത് കാണുമ്പോഴായിരിക്കും അടുത്ത കൊള്ളയടിച്ചൊരു ബാങ്കിന്റെ പ്രസിഡന്റിന് ഒരു സമാശ്വാസമാകുന്നത്. പരസ്യത്തിൽ പറയുന്നതിനോട് മനസ്സിൽ ഇട്ടുകൊണ്ടും. അപ്പോൾ അയാളും നേരെ എന്ത് ചെയ്യും? കേരള ബാങ്കിനെ സമീപിക്കും. കേരള ബാങ്ക് ആ ബാങ്കിന് പണം കൊടുക്കേണ്ടി വരും. അവസാനം കേരള ബാങ്കിനെ വേറെ ഏതെങ്കിലും ബാങ്കുകൾ ലിക്വിഡേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം. പ്രസിഡന്റ് OP ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ, CK, റിജോ സിറിയക്, S രാമകൃഷ്ണൻ, രമ്യ M, K ഗിരീഷ് ബാബു, B സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഏറ്റവും മഹത്തായ ചടങ്ങും അതോടൊപ്പം തന്നെ കലാകായിക മേഖലയിൽ നമ്മുടെ ഈ നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉജ്ജ്വല വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഒരു മഹത്തായ ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷി വഹിക്കുന്നത്. വൃദ്ധർക്ക് കട്ടിൽ വിതരണം, SC വിഭാഗത്തിലുള്ള വനിതകൾക്ക് വിവാഹ ധനസഹായം നൽകൽ, ഭിന്നശേഷിക്കാർക്ക് ഉപകരണം നൽകൽ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി അധ്യക്ഷത വഹിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം PP സുമോദ് MLA നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ MLA AV ഗോപിനാഥ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
SYS മണ്ണൂർ യൂണിറ്റിന്റെ പഞ്ചായത്ത് തല കൺവെൻഷൻ മണ്ണൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി യൂസഫ് പത്രിപ്പാല ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു കുട്ടിക്ക് 4 ലക്ഷം രൂപ, അതങ്ങനെ 8 കുട്ടികൾക്ക് 32 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ വരുന്ന ഒരു 8 ലക്ഷം രൂപ. പിന്നെ നമ്മൾ ഭക്ഷണം തന്നെ 1000 ചില്ലറ ആളുകൾക്ക് ഭക്ഷണം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സംഘടിത ശക്തിയുടെ ഒരു ഫലമാണ് പാലക്കാട് ജില്ലയിൽ അതിന്റെ വിജയം എന്ന് ഞാനൊന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. PK മുത്തലീബ് മൗലവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥ പൈതൃകപാത എന്ന വിഷയത്തിൽ ഫെബ്രുവരി 4 ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടക്കുന്ന SYS ജില്ലാ കൺവെൻഷൻ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാ കോർഡിനേഷൻ ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഹംസ ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തി. KP മൊയ്തീൻകുട്ടി, KS സുലൈമാൻ, VP ഇബ്രാഹിം, K. ഹംസ, PA കബീർ മുസ്ലിയാർ, PV സൈദാജി, M. ഹനീഫ, KM അബൂബക്കർ, അബ്ദുൾ സലീം, ഹമീദ് ജലീൽ പീടികയിൽ, PU അബ്ദുൾ ഹക്കീം, IUB PA അബ്ദുൾ ഹമീദ് എന്നിവർ സംസാരിച്ചു. KM അബ്ദുൾ ഹക്കീം സ്വാഗതവും മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. VP കുഞ്ഞിപ്പു സാഹിബ് സ്മാരക സൗധം എന്ന പേരിൽ പരുതൂർ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ജനുവരി 29 നടക്കും. ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ലീഗ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VP കുഞ്ഞിപ്പു സാഹിബ് സ്മാരക സൗധം എന്ന പേരിൽ പരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ജനുവരി 29 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് പാലത്തറയിൽ വെച്ച് നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. CMA കരീം, PA സലാം മാസ്റ്റർ, CV ബാലേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. PK ഫിറോസ്, VT ബൽറാം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 28 വൈകിട്ട് 6:30 വനിതാ സംഗമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 30 വൈകിട്ട് 6:30 തലമുറ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്യും. സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണവും സുബൈർ കോഴിക്കര പ്രഭാഷണവും നടത്തും. ജനുവരി 31 വൈകിട്ട് 6:30 നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PA സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശിവസ്ഥാനത്തെ പരുവരുടെ മണ്ണിൽ കുറച്ചു നിർത്താം. ഞങ്ങൾ 2 വർഷം മുമ്പ് ഇവിടെ പറഞ്ഞു പോയ കുഞ്ഞിപ്രസാദ് എന്ന മഹാമനുഷ്യന്റെ പേരാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ വരുന്ന ബുധനാഴ്ച 29 വൈകുന്നേരം 5 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. 28 മുതൽ ആരംഭിക്കുന്ന 31 അവസാനിക്കുന്ന വിവിധ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന MLA-മാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. 28 വനിതാ സമ്മേളനവും 29 ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പൊതുയോഗം തുടർന്നു വരുന്ന നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി അവകാശം പരിശ്രമിച്ച കാരണമാണ് ആദരിക്കപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ TP കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ, കൺവീനർ TK ചേക്കുട്ടി, സലീം മുടപ്പക്കാട്, TK നൌഷാദ്, APM സക്രിയ, MP ഹസൻ, A സലീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ 33 വാർഷിക സമ്മേളനം പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വെച്ച മെഡിസെപ്പ് പോലുള്ള പല പദ്ധതികളും നടപ്പിലാക്കിയെങ്കിലും പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. പെൻഷൻ പരിഷ്കരണം, ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ നേടിയെടുക്കാൻ പൂർവാധികം ശക്തമായി പ്രവർത്തിക്കണമെന്ന് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ 33 വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളനം യൂണിയൻ ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. 92 ശമ്പള പരിഷ്കരണം നടന്നത് 1/4/94 97 ശമ്പള പരിഷ്കരണം നടന്നത് 98 2002 നടപ്പിലാക്കേണ്ടത് 1/4/2005 1/7/2009 നടത്തിയത് 2011 നടപ്പിലാക്കിയത്. 1/7/2014 നടപ്പിലാക്കിയത് 2014 ജനുവരി 20 1/7/2019 നടപ്പിലാക്കിയത് 2021 ഏപ്രിൽ 1. അപ്പൊ കൃത്യമായി
ഭരിക്കുന്ന ഭരണാധികാരികൾ കൃത്യമായി ശമ്പളമോ പെൻഷൻ പറ്റുമോ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് CN ഭവദാസനുണ്ണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CV മോഹൻദാസ്, VK രാമചന്ദ്രൻ, KO ജോസഫ്, K അശോക് കുമാർ, TK ഭാസ്കരൻ, ES കൃഷ്ണൻ, P ഗംഗാധരൻ, EG പൗലോസ്, M രാജലക്ഷ്മി, K പരമേശ്വരൻ മാസ്റ്റർ, PV സുശീല, P രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ അംഗനവാടി കുട്ടികളുടെ മേഖലാതല കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. അത് നല്ല രീതിയിൽ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് അതിൽ ഉൾപ്പെട്ട ഒരു അധ്യാപകരുമായി നമ്മുടെ സ്കൂൾ മാറിക്കഴിഞ്ഞു. അപ്പം ആ നിലയ്ക്ക് നേരത്തെ ഈ സ്കൂൾ കുട്ടികളുടെ കുറവും മറ്റു പ്രവർത്തനങ്ങൾക്ക് കുറവായിരുന്നെങ്കിലും ഇന്ന് നല്ല നിലയിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. മണ്ണൂർ സെൻട്രൽ ബേസിക് സ്കൂളിൽ മിന്നാമിന്നിക്കൂട്ടം എന്ന നാമകരണത്തിൽ നടത്തിയ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. BPC AM അജിത് മുഖ്യാതിഥിയായി. വാർഡംഗം R സുനിത, സ്കൂൾ മാനേജർ മുഹമ്മദ് അഷ്റഫ്, ICDS സൂപ്പർവൈസർ നളിനി, സിന്ധു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക L സവിത സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ആദരിച്ചു. മേഖലയിലെ 11 അംഗൻവാടികളിൽ നിന്നായി 81 കുട്ടികൾ കലാമേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. KT രാവുണ്ണിമേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷത്തോളം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് എല്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും വന്ന പ്രത്യേക സംഘം ആളുകളെ പരിശോധിക്കുകയും അതിൽ നിന്ന് അർഹരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ ഏതാണെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നതിന് ശേഷം അത് നൽകുന്ന ഒരു ക്യാമ്പാണ്. ചടങ്ങിൽ പുഷ്പലത, മറ്റ് ജനപ്രതിനിധികൾ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നേതാജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ABP SSP ഒറ്റപ്പാലം താലൂക്ക് സമിതിയുടെയും സേവാഭാരതി ഒറ്റപ്പാലം യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വള്ളുവനാട് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലഡ് ബാങ്ക് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് കേണൽ M അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ എർക്കാട്ടിൽ, സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ, താലൂക്ക് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ K, വൈസ് പ്രസിഡന്റ് ജയ ബാലൻ, ജില്ലാ സമിതി അംഗം NP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുനിൽ മീറ്റ്ന, ശ്രീജിത്ത് മീറ്റ്ന, ഉണ്ണി മല്ലിശ്ശേരി എന്നിവർ രക്തദാനം നൽകി പരിപാടിക്ക് തുടക്കം കുറിച്ചു. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ പിടിയിലായി. ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരനെയാണ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുവാനായി RDO ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് സ്ഥലപരിശോധനയ്ക്കായി വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസിലെത്തിയ അപേക്ഷയിൽ റിപ്പോർട്ട് നൽകുന്നതിന് വില്ലേജ് ഓഫീസർ ശശിധരൻ പരാതിക്കാരനോട് 10,000 രൂപ ആവശ്യപ്പെടുകയും 5,000 രൂപ ആദ്യവും സ്ഥലപരിശോധനയ്ക്ക് വരുമ്പോൾ ബാക്കി തുകയും നൽകണമെന്ന് പറയുകയാണ് ഉണ്ടായത്. ഇത് കൈക്കൂലിയാണ് എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിംപോളിനെ വിവരമറിയിക്കുകയും തുടർന്ന് വിജിലൻസ് ഫിനോസ്തഫിൻ പുരട്ടിയ നോട്ടുകൾ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുകയുമായിരുന്നു. തുക കൈമാറുന്നതിനിടയിൽ
വിജിലൻസ് സംഘമെത്തി വില്ലേജ് ഓഫീസറെ പിടികൂടുകയായിരുന്നു. ജിം പോളിന് പുറമെ ഇൻസ്പെക്ടർ ദിനേശ് കുമാർ, എസ്ഐമാരായ ബൈജു, കമൽദാസ്, ജയകുമാർ, രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ബൈജു, സോമൻ, വിബീഷ്, ഗണേഷ്, സുധീഷ്, രഞ്ജിത്ത്, സിബിൻ, ശ്രീകുമാർ, എബി തോമസ്, രാജീവ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജ ശ്രീഹരി നമ്പൂതിരി, മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ക്ഷേത്രത്തിൽ 21ാമത്തെ ഭാഗവത സപ്താഹ യജ്ഞമാണ് നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. 5:30 ആചാര്യവരണവും നടക്കും. മണ്ണൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. മുൻഗാമികളെ ആദരിക്കൽ ചടങ്ങിന് ശേഷം ദീപാരാധനയും ഭാഗവത പാരായണവും തുടങ്ങും. തിങ്കളാഴ്ച വരാഹാവതാരവും, ചൊവ്വാഴ്ച കൃഷ്ണഭാവതാരവും, ബുധനാഴ്ച നരസിംഹ അവതാരവും, വ്യാഴാഴ്ച ശ്രീകൃഷ്ണ അവതാരവും, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും, ശനിയാഴ്ച കുചേലോപാഖ്യാനവും തുടർന്ന് സ്വാതികം സദനം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2 കൽക്കി അവതാരവും അന്നദാനവും ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത ക്ഷേത്രഗേറ്റ് സമർപ്പണവും ബലിക്കല്ല് സംരക്ഷണ സമർപ്പണവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് NP അഷ്ടമൂർത്തി, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ഭാരവാഹികളായ ഗിരീഷ് പലാരി, കൃഷ്ണൻകുട്ടി നായർ, ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, വാസുദേവൻ, മോഹൻദാസ്, ഉണ്ണികൃഷ്ണ വാര്യർ, ഹരികുമാർ, കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 21ാമത്തെ ഭാഗവത പാരായണ ഭാഗവത സപ്താഹ യജ്ഞമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം യജ്ഞാചാര്യനായിട്ട് വരുന്നത് പ്രശസ്തനായ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ്. അദ്ദേഹം 2 തവണ ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട്, 2008-ലും 2015-ലും. പിന്നെ സഹാചാര്യനായിട്ട് വരുന്ന ബ്രഹ്മശ്രീ കല്യത്ത് പരമേശ്വരൻ നമ്പൂതിരിയും 2018-ൽ ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട്. അപ്പോൾ യജ്ഞവേദിയിൽ 2 ഗുരുവായൂർ മേൽശാന്തിമാർ വേദി അലങ്കരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ സഹാചാര്യരായിട്ട് ശ്രീമതി ശ്രീജ ഹരിയും പിന്നെ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം 4:30യോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടുകൂടിയാണ് നേർച്ചയ്ക്ക് സമാപനമായത്. ഒരാഴ്ച നീണ്ടുനിന്ന നേർച്ചയുടെ ദിനരാത്രങ്ങളിൽ സംഘടിപ്പിച്ച ആത്മീയ മജ്ലിസുകളിൽ പ്രഗത്ഭരായ സയ്യിദുമാരും പണ്ഡിതന്മാരും പ്രഭാഷകരും നിരവധി വിശ്വാസികളുമാണ് പങ്കെടുത്തത്. ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണവും ആറ്റൂർ മഹല്ല് ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ഫൈസി മഞ്ചേരി നേതൃത്വം നൽകിയ മൗലീദ് പാരായണത്തിനും ശേഷം നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് ശൈഖുന അബ്ദുറസാഖ് മുസ്ലിയാർ നേതൃത്വം നൽകി. ഹംസ ബാഖവി, എ അഷറഫ് ദാരിമി, മുഹമ്മദ് റഷീദ് സഖാഫി, TH ഉമർ ദാരിമി, അഷറഫ് മൗലവി കാർലിമുക്ക്, മുനീർ ഉസ്താദ് കുറ്റുംപുറം തുടങ്ങി വാഴക്കോട് മഹല്ല് ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭിച്ച അന്നദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് ജാറത്തിലെത്തിയത്. വാഴക്കോട് ജാറം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കളുടെ പ്രയത്നഫലമായാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഈ വർഷത്തെ ആണ്ട് നേർച്ചയുടെ വിജയം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രതിഷേധക്കാർ വികസന വിരോധികളെന്നാണ് സർക്കാർ നിലപാട്. വികസന വിരോധമാണ് പ്രതിഷേധങ്ങൾക്ക് പിറകിൽ. മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ജലക്ഷാമം രൂക്ഷമായ മേഖലയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട് എന്നത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വലിയ തോതിൽ വെള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യമുള്ള ഒരു സ്ഥാപനത്തിന് അനുമതി കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല. നമ്മുടെ മേനോൻപാറയിൽ തന്നെ ഒരു സ്ഥാപനം, ഷുഗർ ഫാക്ടറി വെറുതെ കിടക്കുന്നു. അവിടെ ഉപയോഗിക്കുന്നതിന് പകരം അത് സർക്കാർ ഉടമസ്ഥതയിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും തന്നെ ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റും എന്നിരിക്കെ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുന്നത്
അഴിമതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതൊരു പ്രദേശത്തും കാലഘട്ടത്തിനനുസൃതമായ വികസനം അനിവാര്യമാണ്. ആ പ്രദേശത്തുകാർക്ക് തൊഴിലും അവരുടെ ജീവിത സാഹചര്യവും ഉയരേണ്ടതുണ്ട്. ഈ എലപ്പുള്ളിയിൽ വരുന്ന ബ്രൂവറിയെ എതിർക്കുന്നത് ഏതർത്ഥത്തിലും വികസനത്തെ മുരടിപ്പിക്കുക, വികസനം വേണ്ട എന്നൊരു വാദം മുൻനിർത്തിയല്ല. ഇവിടെ ആ വികസനത്തിൻ്റെ ഭാഗമായി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഈ ബ്രൂവറിയുടെ വരവിനെ എതിർക്കുന്നത്. ആ ആശങ്ക ദൂരീകരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. രണ്ട് തരം ആശങ്കകളാണ് പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ ഇതിൽ നേരിടുന്നത്. ഒന്ന്, പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല കുടിവെള്ളക്ഷാമം രൂക്ഷമായി പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ്. അവിടെയാണ് 10 ലക്ഷം ലിറ്ററോളം വെള്ളം ഒരു ദിവസം ഈ കുത്തക ഭീമൻ കമ്പനിക്ക് കൊടുക്കാമെന്ന കരാറുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ വിഷയം, മദ്യലഭ്യത വർദ്ധിപ്പിക്കുവാനും അതുമൂലം നമ്മുടെ നാടിൻ്റെ സംസ്കാരവും കുടുംബ ഭദ്രതയും ഒക്കെ തകർക്കുവാനുള്ള നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുവാനുള്ളത്, പ്ലാച്ചിമട പോലുള്ള കൊക്കക്കോള വിരുദ്ധ സമരം എല്ലാവർക്കും അറിയാം. ഇന്ന് ഇതിന് അനുവദിച്ചിട്ടുള്ള മന്ത്രി രാജേഷ് ഈ പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ മുന്നോട്ട് വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു യുവ നേതാവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് അന്ന് വലിയ പരിസ്ഥിതി ബോധമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കുത്തക ഭീമൻ ഓയസിസ് എന്ന് പറയുന്ന ഒരു കുത്തക ഭീമൻ കമ്പനിക്ക് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയൊരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം 434 കുറ്റവാളികളുടെ കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ പോലും ക്രിമിനലുകളാകുക. ഓരോ ക്രൈമിന്റെ പിന്നിലും മദ്യത്തിന്റെ സ്വാധീനം, മയക്കുമരുന്നിന്റെ സ്വാധീനം, പുറത്തിറങ്ങി നടക്കാൻ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അതിനെ കുറയ്ക്കാൻ വേണ്ടി കൂട്ടായ ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഇതിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള, അതിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ഒരു രീതി ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന്, പരിഷ്കൃത സർക്കാരിന് ചേർന്നതല്ല. അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട പല ആംഗിളുകളിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡ് ആക്സിഡന്റുകൾ കേരളത്തിൽ കൂടുന്നതിന്റെ പിന്നിലും. പ്രധാന വാർത്തകൾ വീണ്ടും. അപവാദം പറഞ്ഞ് കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച മദ്യനയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും എം പി രാജേഷ്. എലപ്പുള്ളിയിൽ ആരംഭിക്കുന്ന ബ്രൂവറി മദ്യ കമ്പനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ ഇന്നുതന്നെ അവസാനിപ്പിക്കണമെന്നും മന്ത്രി. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര. യാത്ര സംഘടിപ്പിച്ചത് വാളയാർ അട്ടപ്പള്ളത്തു നിന്നും കലക്ട്രേറ്റ് വരെ. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചതെന്നും വിളയോടി വേണുഗോപാൽ. മനുഷ്യസ്നേഹികളുടെ മഹാദാനമാണ് രക്തദാനമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാനതല രക്തദാന ക്യാമ്പയിന് കുലുക്കല്ലൂരിൽ തുടക്കം. ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായി ജനുവരി 26 മുതൽ ജൂൺ 14 വരെ സംസ്ഥാന വ്യാപകമായി. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകന് ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി. ജനുവരി 27 മുതൽ സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ. പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണം. ഷൊർണൂരിലും കേരളശ്ശേരിയിലും യൂണിയൻ പ്രാദേശിക സമ്മേളനം. പട്ടാമ്പിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നൽകാത്തതിനെതിരെ UDF പ്രതിഷേധം. പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നഗരസഭ നൽകാനുള്ളത് 70 ലക്ഷം രൂപയെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.